ഗുഡ് മോർണിംഗ്. 12 ഓഗസ്റ്റ് 2025 പ്രധാനപ്പെട്ട വാർത്തകൾ. വോട്ട് കൊള്ള ഡൽഹിയിൽ പ്രതിപക്ഷ പ്രകടനം തടഞ്ഞു. രാഹുൽ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യ സഖ്യത്തിൽ പ്രകടനത്തിൽ 300ഓളം എംപിമാർ. ഇന്നലെ ഡൽഹിയിൽ പ്രകടനമൊക്കെ നടത്തിയാണ് വോട്ട് കൊള്ളക്കെതിരെ. അപ്പോൾ എംപിമാരെയൊക്കെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേൽ ആക്രമണം. അൽ ജസീറ മാധ്യമ സംഘത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഗാസയുടെ ശബ്ദം എന്ന് വിശേഷിക്കപ്പെട്ട അനസ് അൽ ഷെരീഫും. ഇന്നലെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു ഗാസയിൽ. ഇസ്രായേലിന്റെ ഇതിൽ നിന്ന് ഷെല്ലാക്രമണത്തിലാണ് 4 അൽ ജസീറ മാധ്യമപ്രവർത്തകർ മരിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കണ്ടത്, തൃശ്ശൂരിലും കർണാടക മോഡൽ അന്വേഷണത്തിന് കോൺഗ്രസ്. വോട്ട് ചോർച്ചേന്റെ കാര്യങ്ങളെക്കുറിച്ച് കർണാടക മോഡലിൽ തൃശ്ശൂരിലും അന്വേഷണം വേണമെന്നുള്ള രീതിയിലാണ്. പിന്നെ ഇന്നലത്തെ ഡൽഹിയിലെ പ്രകടനത്തെ കുറിച്ചാണ് ഫുൾ കാര്യങ്ങൾ പത്രത്തിൽ ഒരു ഇതൊക്കെ വരുന്നത്. ഞങ്ങളെ തകർത്താൽ പാതി ലോകം തകർക്കുമെന്ന് പാക് സേനാ മേധാവി. ആണവായുധം വിരട്ടൽ വില പോകില്ല ഇന്ത്യ. പട്ടാള അട്ടിമറി മണക്കുന്നു ഇന്ത്യ. പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി മണക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ +1 26,282 മെറിറ്റ് സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കണ്ടത്, ചെലവ് 3.62 കോടി രൂപ, വട്ടപൂജ്യം. രാജ്യാന്തര കായിക ഉച്ചകോടി, പ്രഖ്യാപനങ്ങൾ വെള്ളത്തിൽ വരച്ച വര. നമ്മുടെ കേരളത്തിൽ വെച്ചായിരുന്നു നടന്നത് രാജ്യാന്തര കായിക ഉച്ചകോടി. 3.62 കോടി രൂപയാണ് അതിന് ചെലവ് വന്നത്. പക്ഷെ പ്രത്യേകിച്ച് വരവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസായി കേട്ടത്, തൽക്കാലം മദ്യം ഓൺലൈനിൽ വീട്ടിലേക്കില്ല. ഇടയ്ക്ക് മദ്യം ഓൺലൈനായിട്ട് വീട്ടിലേക്ക് ഓൺലൈൻ ബുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ അതിപ്പോൾ ഇല്ല എന്നുള്ളതാണ് മന്ത്രി രാജേഷ് പറയുന്നത്. പിന്നെ അടുത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം ബാലൻസ് തീരുമാനം ബാങ്കുകളുടെ നിന്ന് RBI. ഓരോ ബാങ്കുകൾക്ക് മിനിമം ബാലൻസ് ഉണ്ട് ഓരോ അക്കൗണ്ടിൽ. 2,500, 10,000 അങ്ങനെ ഓരോരോ ഇതുണ്ട്. അപ്പൊ ICICI ഇപ്പൊ അടുത്ത് മിനിമം ബാലൻസ് ഒന്നും കൂടി ഇരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് RBIയുടെ തീരുമാനം മിനിമം ബാലൻസ് ഓരോ ബാങ്കുകൾക്ക് തീരുമാനിക്കുക എന്നുള്ളത്. പിന്നെ സ്വർണ്ണവില 560 രൂപ കുറഞ്ഞു. അപ്പൊ സ്വർണം പവന് 75,000 രൂപയാട്ടോ. പിന്നെ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആയിരുന്നു, കോതമംഗലത്തെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. TTC വിദ്യാർത്ഥിയാണ്. അതിന്റെ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട്. അവരുടെ വീട്ടുകാർക്കെതിരെയൊക്കെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനൊക്കെ കേസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പിന്നെ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആയിരുന്നു, കോതമംഗലത്തെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. TTC വിദ്യാർത്ഥിയാണ്. അതിന്റെ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട്. അവരുടെ വീട്ടുകാർക്കെതിരെയൊക്കെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനൊക്കെ കേസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.